ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ക്ലാസ് 10th ചാപ്റ്റർ 11 ജോമെട്രി ആൻഡ് അൽജിബ്ര, ജാമിതിയും ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 252 ക്വസ്റ്റ്യൻ നമ്പർ 3, 4, 5. ഓക്കെ, find the equation of the line joining -1, 1 and 2, 7. -1, 1 2, 7 യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം കണ്ടുപിടിക്കുക. Prove that for any number x, the point x 2x plus 3 is on this line. x ആയി ഏത് സംഖ്യ എടുത്താലും x 2x plus 3 എന്ന ബിന്ദു ഈ വരയിലാണെന്ന് തെളിയിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലത്തെ ഒരു ചോദ്യമാണ്. ഒരു x+3 y+2 ഈക്വൽ ആണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. എന്തായാലും ആദ്യം നമ്മൾ ആരെ കണ്ടുപിടിക്കണം? ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണം. ഇക്വേഷൻ എന്താ? y - y1 ഡിവൈഡഡ് ബൈ x - x1 is equal to y2 - y1. നമ്മളുടെ പോയിന്റ് -1 അതേപോലെ തന്നെ 2, 7 ആണ്. ഇനി y - y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. x - x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അതാണ് ഇവിടെ y - 1 x - -1. y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. അപ്പൊ 7 - 1. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 - -1. രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആയല്ലോ മക്കളെ, പ്ലസ് ആയല്ലോ, പ്ലസ്. അപ്പൊ y - 1 x + 1 7 1 പോയാൽ 6, 2 1 കൂട്ടിയാൽ 3, 6/3 2. അല്ലെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാം. ഞാനിവിടെ ക്രോസ് ചെയ്ത് കാണി, ഇല്ലെങ്കിൽ 6/3 2 വെച്ചിട്ടും ചെയ്യട്ടോ. ഇവിടെ ക്രോസ് ചെയ്തു, നമ്മൾ ക്രോസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. 6/3 2 എടുത്തും ചെയ്യാം കേട്ടോ. 3 × y 3y, 3 × -1 -3, 6 × x 6x, 6 × 1 6. ഇനി എല്ലാത്തിനെയും ഒരു ഭാഗത്തേക്കാക്കി ഈ 3y ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി, -3 ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. 6x + 6 -3y + 3. 6ഉം 3ഉം കൂട്ടിയാൽ 9 ഇക്വേഷനായി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇവിടെ 2 ഇട്ടാണ്ടും ചെയ്യാന്നുള്ളത്. 6/3 എത്രയാ? 2 ആണ്. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. y - 1 ഡിവൈഡഡ് ബൈ x + 1 is equal to 2 എന്നാവും. അതിനുശേഷം y - 1 is equal to 2 × x + 1 എന്നാവും. ഓക്കെ, അപ്പൊ y - 1 is equal to 2 × x 2x plus 2 × 1 2. ഇനി ഇതിനെല്ലാത്തിനും ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 2x - y plus 2 -1 ഇപ്പുറം വരുമ്പോൾ +1 = 0. Then 2x - y plus 3 is equal to 0. സാറേ, ഈ രണ്ട് ഇക്വേഷനും സെയിം അല്ലല്ലോ, അപ്പൊ തെറ്റിയോ? ഇല്ല. നോക്കിയാ, ഇവിടെ 6, 3, 9 എല്ലാത്തിലും ആര് കോമണാ? 3 കോമൺ ആണ്. എല്ലാത്തിനെയും ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6/3 2, 3/3 1, 9/3 3. ഇപ്പൊ നമ്മളുടെ ഇക്വേഷൻ ആയില്ലേ? 2x - y plus 3 = 0 തന്നെ ആയില്ലേ? അപ്പോ 6/3 2 എന്ന് വെച്ചുകൊണ്ടും ക്രോസ് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഓക്കെ, ഇനി ഞാനതിവിടെ ചെയ്തിട്ടില്ല. ഞാനിവിടെ ഡയറക്റ്റ് ഇങ്ങനെ ഇക്വേഷൻ ആക്കി വെച്ച് കണ്ടോ. ഇതിനെ ചെറുതാക്കിയും ചെയ്യാം. ഞാനതിവിടെ ടൈപ്പ് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇതിൽ ഞാൻ പോയിന്റ് ഇട്ട് കൊടുക്കാൻ പോവാണ്. എക്സും 2x + 3 എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാട്ടോ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സും വൈന്റെ സ്ഥാനത്ത് 2x + 3 ഇട്ട് കൊടുക്കുക. ഓക്കെ, എക്സിന്റെ സ്ഥാനത്ത് എക്സ്, വൈയുടെ സ്ഥാനത്ത് 2. 3 × 2 6 ആണ്. 3 × 2 എത്രയാണ്? 6 ആണ്. ദെൻ അപ്പോൾ -3 × 2 ആണ് കേട്ടോ. അപ്പോൾ -6x വരും. -3 × 3 എന്ന് പറയുമ്പോൾ -9 ആവും. അപ്പോൾ 6x -6x പോകും, -9 +9 പോകും, ബാക്കി 0. ഓക്കെ, അപ്പോൾ ഈ ലൈൻ അല്ലെങ്കിൽ ഈ പോയിന്റ് ഈ ലൈനിൽ ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പോലെ ഈ ഇക്വേഷൻ ചെറുതാക്കിയിട്ട് അതിലിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. 6നെ 3 ഡിവൈഡ് ചെയ്തപ്പോൾ 2x എന്ന് കിട്ടി. -y പ്ലസ് 9നെ 3 ഡിവൈഡ് ചെയ്തപ്പോൾ 3 = 0 എന്ന് കിട്ടി. ഇനി ഇതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് x തന്നെയാണ്, വൈയുടെ സ്ഥാനത്ത് മൈനസ് ബ്രാക്കറ്റിൽ ഇടണം കേട്ടോ.
2x പ്ലസ് 3 എന്ന് വരും. പ്ലസ് 3 is equal to 0. Then 2x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x എന്താവും? മൈനസ് 2x ആവും. പ്ലസ് 3 എന്താവും? മൈനസ് 3 ആവും. പ്ലസ് 3 is equal to 0. ഓക്കെ, ഈക്വൽ ടു 0. 2x എന്ന് 2x പോയി, മൈനസ് 3 എന്ന് പ്ലസ് 3യും പോയി. അപ്പോഴും നമുക്ക് കിട്ടും എന്ത്? 0 ഈക്വൽ ടു 0. എങ്ങനെ ചെയ്താലും ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ 0 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതുകൊണ്ട് x, 2x plus 3 is a point on line. ഈ വരയിലെ ബിന്ദുവാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ന ബിന്ദു അഥവാ x 2x plus 3 എന്ന ബിന്ദു ഈ വരയിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ആ ലൈനിലുള്ളതാണ്. ഇവിടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് ആ പോയിന്റിൽ ആ ലൈനിലുള്ളതാണ്. ഓക്കെ, അടുത്ത് prove that for any point on the line joining the origin and the point 1, 2 the y coordinate is twice the x coordinate. ആധാര ബിന്ദുവും 1, 2 എന്ന ബിന്ദുവും യോജിപ്പിക്കുന്ന വരയിലെ ഏത് ബിന്ദുവിന്റെയും x സൂചക സംഖ്യയുടെ 2 മടങ്ങാണ് y സൂചക സംഖ്യ എന്ന് തെളിയിക്കുക. മക്കളെ, നമുക്ക് ഒരു x കോർഡിനേറ്റും y കോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷനാണ്. അവിടെ നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ ആണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് x സൂചക സംഖ്യയുടെ 2 മടങ്ങാണ് y സൂചക സംഖ്യ എന്ന് തെളിയിക്കുക എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം. അപ്പൊ ഇവിടെ 1, 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രമല്ലേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ ആ രണ്ടാമത്തെ പോയിന്റ് ആരാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഒറിജിൻ, ആധാര ബിന്ദു. രണ്ടാമത്തെ പോയിന്റ് ആരാണ്? ആധാര ബിന്ദു, ഒറിജിൻ. ഇതാണ് നമ്മളുടെ ഒരു പോയിന്റ്. മറ്റൊന്ന് 1, 2. ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ 0, 0. അപ്പൊ 0, 0യും 1, 2. നമ്മളുടെ ഇക്വേഷൻ കൊടുക്കുക y മൈനസ് y1. ഓക്കെ, ഇതിനെ x1, y1, x2, y2 എന്ന് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ y മൈനസ് 0, x മൈനസ് 0, 2 മൈനസ് 0, 1 മൈനസ് 0. ഓക്കെ, y എന്ന് 0 പോയ y ആണ്, x എന്ന് 0 പോയ x ആണ്, 2 എന്ന് 0 പോയ 2 ആണ്, 1 എന്ന് 0 പോയ 1 ആണ്. ക്രോസ് ചെയ്യുക. y ഇൻറ്റു 1 y, x ഇൻറ്റു 2 2x. നോക്കിയാ, y സൂചക സംഖ്യ എന്താണ്? x സൂചക സംഖ്യയുടെ 2 മടങ്ങാണ്. നമ്മൾ എന്താ തെളിയിക്കാൻ പറഞ്ഞത്? y കോർഡിനേറ്റ് ഈസ് ട്വൈസ് ദ x കോർഡിനേറ്റ്. y സൂചക സംഖ്യ എന്ന് പറയുന്നത് എക്സിന്റെ ഇരട്ടിയാണ്. ലാസ്റ്റ് കിട്ടിയതെന്ന് നോക്കിയേ, y ഈക്വൽ ടു അഥവാ y സൂചക സംഖ്യ y കോർഡിനേറ്റ് ഈക്വൽ ടു 2x അഥവാ x സൂചക സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചു. അതല്ലേ ട്വൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടി y സൂചക സംഖ്യ y കോർഡിനേറ്റ് is equal to 2x. കിട്ടിയില്ലേ? y സൂചക സംഖ്യ y ഈക്വൽ ടു 2x. അതല്ലേ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളതും. y സൂചക സംഖ്യ എന്ന് പറയുന്നത് x സൂചക സംഖ്യയുടെ 2 മടങ്ങാണ്. കിട്ടിയില്ലേ? ഓക്കെ. Then next one, prove that for any point on the line joining 2, 0 and 0, 3 the sum of half the x coordinate and the third the y coordinate, 1/3 the y coordinate is 1. 2, 0, 0, 3 യോജിപ്പിക്കുന്ന വരയിലെ ഏത് ബിന്ദുവിന്റെയും x സൂചക സംഖ്യയുടെ പകുതിയും y സൂചക സംഖ്യയുടെ 3/1 കൂട്ടിയാൽ 1 കിട്ടുമെന്ന് തെളിയിക്കുക. അതായത് x സൂചക സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/2, y സൂചക സംഖ്യയുടെ 3/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y/3. 1/3 ആണ്, y 1/3 ആണ് ശരിക്കും വരിക. ഇൻറ്റു 1/3 ആണ് വരിക. y ഇൻറ്റു 1 y അല്ലേ? അപ്പൊ നമുക്ക് y/3 എന്ന് എടുക്കാം. ഈക്വൽ ടു 1 എന്ന് കിട്ടണം. x/2 പ്ലസ് y/3 ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പൊ മക്കളെ, നമ്മൾ ചെയ്യേണ്ടത് എന്താ? 2 പോയിന്റ് തന്നിട്ടില്ലേ? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞു, റിലേഷൻസ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ, സമവാക്യം. അപ്പൊ ഇവിടെ 2, 0യും 0, 3യും തമ്മിലുള്ള സമവാക്യം കാണണം. അതായത് 2, 0 ആണ് നമ്മളുടെ x1 y1, ഇത് x2 y2. ഇക്വേഷൻ കൊടുക്കുക.
y മൈനസ് y1 അഥവാ y മൈനസ് 0, x മൈനസ് x1 അഥവാ x മൈനസ് 2, then y2 മൈനസ് y1, 3 മൈനസ് 0, 0 മൈനസ് 2. y മൈനസ് 0 y ആണ്, x മൈനസ് 2 x മൈനസ് 2 ആണ്, 3 മൈനസ് 0 3 ആണ്, 0 മൈനസ് 2 മൈനസ് 2 ആണ്. ഇനി വൈനെ മൈനസ് 2 കൊണ്ട് ഗുണിച്ചാൽ അത് മൈനസ് 2y ആകും. ഇതിനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് 2 ബ്രാക്കറ്റിനുള്ളിലോട്ട് കൊടുക്കുമ്പോൾ 3 ഇൻറ്റു എക്സ് 3x, 3 ഇൻറ്റു മൈനസ് 2 മൈനസ് എക്സ്. ഈ മൈനസ് 2yനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 3x പ്ലസ് 2y മൈനസ് 6നെ ഞാൻ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു. എന്തൊക്കെയാണ് അവിടെ ചെയ്തത്? ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ക്കാൻ പോവാണ്, ഒരു മിനിറ്റ്. ഓക്കെ, മൈനസ് 2yനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി മൈനസ് 6നെ ഇങ്ങോട്ടും കൊണ്ടുവന്നു. സൈന് ചേഞ്ച് ചെയ്യണം, മൈനസ് പ്ലസ് ആകും. അപ്പോൾ 3x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. നമുക്കിത് എഴുതാൻ സുഖത്തിന്, പറയാൻ സുഖത്തിന് 3x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 6. പക്ഷെ നമുക്ക് തെളിയിക്കേണ്ടത് x/2 പ്ലസ് y/3 ഇസ് ഈക്വൽ ടു 1 എന്നാണ് തെളിയിക്കേണ്ടത്. അതായത് ഈക്വലിൻ്റെ അപ്പുറത്ത് 1 വരണം. 6നെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കംപ്ലീറ്റ് ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3x ബൈ 6, 2y/6, 6/6, ഒരു 3 3, 2 3 6, ഒരു 2 2, 3 2 6, 6/6 1. 1 ഇൻറ്റു എക്സ് എക്സ്, അപ്പോൾ x/2. 1 ഇൻറ്റു y അപ്പോൾ y/3 ഇസ് ഈക്വൽ ടു 1. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്? എക്സിൻ്റെ പകുതിയും വൈയുടെ 1/3 കൂടിയും കൂട്ടുമ്പോൾ, 3/1 കൂടിയും കൂട്ടുമ്പോൾ 1 കിട്ടും. അഥവാ x/2 പ്ലസ് y/3 ഇസ് ഈക്വൽ ടു 1. കിട്ടിയില്ലേ? തെളിയിച്ചില്ലേ? മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? തെളിയിച്ചൂടെ? നമുക്ക് പെട്ടെന്ന് ചെയ്തൂടെ? നമുക്ക് ഓക്കെ.